മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ. പരിപാടി ആരംഭിക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ, അതല്ലെങ്കിൽ കേരള പിറവിക്ക് ശേഷം, കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളായ ഗോവയിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് അഭിവ്യക്ത കണ്ണൂർ ജില്ലയുടെ ഭാഗമായാലും ഇപ്പോഴായാലും കാസർഗോഡ് ജില്ലയുടെ സംഖ്യ, അതേപോലെ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയവരൊക്കെ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദമായി ജനപ്രതിനിധികളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ജില്ലാ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി വി കൃഷ്ണൻ, സോഷ്യൽ സെക്യൂരിറ്റി ഫോറത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പി സഹദേവൻ, സംഘടനയുടെ സംസ്ഥാന ട്രഷറർ പി മോഹൻദാസ് എന്നിവരെയും ഈ സമ്മേളന സ്വാഗത സംഘത്തിൽ അതിന് ഈ പ്രശ്നം വിദേശത്ത് പോയ പാലക്കാരുണ്ടല്ലോ, അത് ഓരോ പ്രശ്നം. ഒരാൾക്ക് സമയം ഉണ്ടാകുമ്പോൾ ഒന്നുമില്ല, അവർ തറവാടിൻ്റെ സമയം തറവാടുകളുണ്ട്. കുണ്ടം കുഴി എൻ്റെ പേരെ കൂട്ടം ബേത്തൂർ പാലക്കാട് വേറും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ആളുകളുടെ നാലാക്കുള്ള സംഘടന, പക്ഷെ അത് ആനല്ലല്ല. ഷാമിച്ചാരോട് കൃത്യമായിട്ട് പറഞ്ഞത്, ഇത് കേരളത്തിലെ ഗവൺമെൻറ് കോൺട്രാക്ടർമാരുടെ അവിടെ ഈ കരാർ രംഗത്തെ വിവിധ പ്രശ്നങ്ങളാണ് പ്രധാനമായും ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ജനപ്രതിനിധികളും സർക്കാരും ഒക്കെ ഇടപെട്ട് ആവശ്യമായ സഹായവും നിർദ്ദേശമൊക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ പൊതുമരാമത്ത് പണികളാണ് ഞങ്ങൾ പ്രധാനമായും എടുക്കുന്നത്. ആ പൊതുമരാമത്ത് പണിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് പണി എടുക്കുന്നതിന് മുമ്പ് ഈ പണിയിലേക്ക് എത്ര ഒരു സംവിധാനം അതല്ല നിങ്ങളൊപ്പം പാലിച്ചത്. നിങ്ങൾ കരാറെടുത്തത് മുതലേ നിങ്ങൾ ആരംഭിക്കുന്നില്ല. ഒരു റോഡ്, ഒരു പാലം, ഒരു കെട്ടിടം നിങ്ങൾ കരാറെടുത്തു, ശരിയാണ്. അവിടത്തേക്ക് എത്തുന്നത് എങ്ങനെ അവിടത്തേക്ക് എത്തണമെങ്കിൽ ആ വർക്കിന് എന്ത് വേണം? ഭരണാനുമതി വേണം, പിന്നെ സാമ്പത്തിക അനുമതി വേണം, പിന്നെ സാങ്കേതിക അനുമതി വേണം. അപ്പോൾ AS വേണം, FS വേണം, S വേണം. ടെൻഡർ എത്തുമ്പോഴാണ് നിങ്ങളുടെ റോഡ് വരുന്നത്. നിങ്ങൾ ടെൻഡർ വോട്ട് ചെയ്യും. ടെൻഡർ വോട്ട് ചെയ്തുണ്ടാവും. അതിൻ്റെ ലോബസ്റ്റ് എടുക്കും. ലോബസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ടെൻഡർ എടുത്ത ആള് പ്രീ ക്വാളിഫിക്കേഷൻ നോക്കും. ഇയാൾക്ക് ഇതെടുക്കാനുള്ള യോഗ്യതകളുണ്ടോ, സാങ്കേതിക ഇങ്ങനെ കടലാസ് ചെയ്തത് മാത്രമല്ല പണിയെടുത്ത് പരിചയമുണ്ടോ, അത് പ്രീ ക്വാളിഫിക്കേഷൻ. അതുകൂടി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് വർക്ക് അവാർഡ് ചെയ്യുന്നത്, എഗ്രിമെന്റ് വെക്കുന്നത്. അഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഉത്തരവ് നൽകുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾ സൈറ്റിൽ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് നിങ്ങൾ മക്കാണ്. സാധാരണഗതി ഒരു വർക്കിന് ഇത്ര കാലമാണ് എന്നൊരു പരിധിയുണ്ട്. 1 വർഷം കൊണ്ട് കുടിക്കാം, 2 വർഷം കൊണ്ട് കുടിക്കാം. വേറെ വല്ലാണ്ട് വീട്ടിൽ കൊണ്ടുപോയി പരമാവധി വേഗത്തിൽ പരമാവധി വേഗത്തിലല്ലാതാക്കാനുള്ള ഒരു ശ്രമം പലപ്പോഴും അറിഞ്ഞു അറിയാതെ അങ്ങനെ സമയം ഫിനാൻഷ്യൽ ക്രൈസിസ് വരും, സാങ്കേതികമായ പ്രശ്നം വരും, സൈറ്റിലേക്ക് പോകാൻ പറ്റാത്ത പ്രശ്നം വരും, ചിലപ്പോൾ ലോക്കൽ ഇഷ്യൂസ് വരും, എന്തെങ്കിലും വരാം. അത് മുന്നോട്ട് പോകാം. ഈ AS, FS, TS കിട്ടണമെങ്കിൽ, അഥവാ AS കിട്ടണമെങ്കിൽ എന്ത് വേണം? പിന്നെ വർക്ക്
അവർക്ക് അനുവദിക്കപ്പെട്ട ഫണ്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഏതെല്ലാത്തിനും പണം അനുവദിക്കാവുമോ അതിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അവർ വെക്കുന്ന ഫണ്ട് അനുസരിച്ച് മാത്രമേ AS കൂടാൻ പറ്റൂ. അത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിൽ അതിന് സംസ്ഥാനത്താണെങ്കിലും ആദ്യം ബജറ്റ് വേണം. ബജറ്റ് ഒരു മാത്രം അതുപോലെ പിന്നെ പ്ലാൻ വേണം. ഇത് ഈ ഏതെങ്കിലും വേണം. പിന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കാണും. അതാണ് നബാർഡിലാവാം. കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് വരാം. പിന്നെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ചില പ്രോജക്റ്റ് വർക്കുകളാവും. അങ്ങനെയില്ല സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമായി CRF ആവും. ഇങ്ങനെ വിവിധ സ്കീമുകളിലൂടെയാണ് ഫണ്ട്. ഇതിൽ വന്ന് വാട്ടർ അതോറിറ്റിയുടെ KSEBയുടെ പൊതുമേഖലകൾ പ്രത്യേകിച്ചു റെയിൽവേക്ക് പറയുക, BSNL അഥവാ പിന്നെ നമ്മുടെ ടെലികോമിന് പറയുക, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിലാണ് വ്യത്യസ്ത റോഡ് വാട്ടർ അതോറിറ്റി ഉണ്ടാവും. വാട്ടർ അതോറിറ്റി കരാറുണ്ട് ഉണ്ടാവും. വാട്ടർ അതോറിറ്റി ബിൽഡിംഗ് റോഡ് പിന്നെ വാട്ടർ അതോറിറ്റി തന്നെ അല്ലാത്ത ധാരാളം നിരവധി മേഖലകളിലേക്ക് കടന്നു. വേറെ ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യും. ഇപ്പോൾ ഡോക്ടർമാർ ഇന്ത്യയിൽ സ്പെഷ്യലൈസ് ചെയ്തു വക്കീൽ ജോലിയാണ്. വളരെ ഏറ്റവും നല്ല അന്തസ്സുള്ള വിദ്യാർത്ഥികളുടെ ജോലിയാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള ജോലി അതെല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ ഞാൻ വക്കീലാണ്. വളരെ അന്തസ്സുള്ള വിദ്യാർത്ഥികളുടെ ജോലിയാണ് വക്കീൽ. തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ പലരും ഉണ്ട്. കാരണം എല്ലാത്തിലും കുറച്ചാളുകൾ ഈ വഴിവിട്ട് പോകുന്നവരുണ്ടാകും. ഈ വഴിവിട്ട് പോകുന്ന അല്ലെങ്കിൽ തെറ്റായ പ്രവണത കാണിക്കുന്ന ചില ആളുകളാണ് ഈ പ്രശ്നങ്ങൾ ചെയ്യുന്നതെന്ന് തന്നെ പറയാം. അതുകൊണ്ട് അത് പൊതുവായി ബാധിക്കും. കോൺട്രാക്ടർമാർ അവരെല്ലാം ഇവരിങ്ങനെ വക്കീലന്മാർ അങ്ങനെ കാണിക്കും. ഡോക്ടർമാരെന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്വമുള്ള ജനസേവനപരമായ നല്ല ജോലിയാണ്. അതിൻ്റെ ധാർമ്മികതയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു ശതമാനം ആളുകളുണ്ട്. പക്ഷെ കുറച്ച് ആളുകൾ എല്ലാവരുണ്ടാവും വളരെ നിരുത്തരവാദിത്വം കാണിച്ച് മനുഷ്യ ശരീരത്തോട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്ന എന്ത് ക്വാളിറ്റി വേണമെന്നാണ് സ്പീഡാണ് അല്ല എന്താണ് ഉദ്ദേശിക്കുന്നത്? പണിയെടുക്കാനുള്ള ഒരു ത്രില്ലാണ് ഒന്നല്ല. ഏറ്റവും പ്രധാനമായി വേണ്ടത് സത്യസന്ധത. നിങ്ങൾക്ക് വ്യത്യസ്ത ഉണ്ടായിക്കോട്ടെ. എൻ്റെ ഞാൻ എല്ലാ കോൺട്രാക്ടറുടെയും യോഗത്തിൽ പറഞ്ഞു എല്ലാ ജോലിക്കും ഹോണസ്റ്റി അഥവാ സത്യസന്ധത എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. എല്ലാ ജോലിയും അത് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് കരാർ. നിങ്ങൾ ഏറ്റെടുക്കുന്ന ജോലി സർക്കാരും നിങ്ങളും തമ്മിലാണ് കരാർ. എന്താ കരാർ? ഭരണാനുമതി കിട്ടിയ ആ ജോലി ഇത്ര രൂപക്കാണ് ആ ജോലി ചെയ്യുന്നത്. 1 കോടി രൂപക്കാണ് ആ ജോലി ചെയ്യുന്നത്. ആ 1 കോടി രൂപക്കുള്ള ആ ജോലി ഞാൻ ചെയ്യാൻ സന്നദ്ധനാണ്. ഞാനത് ഇത്ര രൂപയ്ക്ക് ചെയ്തോളാം. 10% ബിലോ അല്ലെങ്കിൽ 3% ലഭവും ഇത് ചെയ്തോളാം. ഇതാണ് നിങ്ങളുടെ കരാർ. ആ കരാർ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ഗവൺമെന്റുമായിട്ടുണ്ടാക്കുന്ന കരാറിൽ ഞാൻ ഈ ജോലി കൃത്യമായി ചെയ്യാം. ആ ജോലി കൃത്യതയോടുകൂടി ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ജോലി അർത്ഥപൂർണ്ണമാക്കുന്നത്. ജോലി അങ്ങനെ ചെയ്യാം. ഞാനൊരു കാരണം പറയാം. ഞാൻ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ജോലി കിട്ടും. ഇപ്പോഴത്തെ ഒരു അംഗൻവാടി കെട്ടിടവും കെട്ടിടം നിങ്ങൾ ഇത് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് അറിയാത്തതുകൊണ്ടല്ല. പക്ഷെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇവിടെയാണ് സത്യസന്ധതയുടെ സ്ഥാനം. ലാഭം എന്ന് പറയുന്നത് ഈ ജോലി ചെയ്യുന്നത് എന്തിനാണ്? ജീവിക്കാനാണ്. ജീവിക്കുന്നവരോട് വരുമാനമാണ്. വരുമാനം എങ്ങനെ? കരാറുകളുടെ വരുമാനം സർക്കാർ പറഞ്ഞു കൊടുക്കുമോ അല്ലെങ്കിൽ മാസശമ്പളം കൊടുക്കും? ഒന്നുമില്ല. നിങ്ങൾ ചെയ്യുന്നില്ല. CP എന്ന് പറയുന്നത് ഒരു പക്ഷെ മതിയാവില്ല. CP പ്രോഫിറ്റ് മതിയാവില്ല. ചിലപ്പോൾ ലാഭം പടി അമിത ലാഭം പ്രതീക്ഷിച്ച് തെറ്റായ മാർഗം സ്വീകരിച്ചാലും ഇതാണ് നമ്മുടെ കരാർ രംഗത്ത് നടക്കുന്നത്. അവിടെ വർക്കിലെ ക്വാളിറ്റി, ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഹോണസ്റ്റിയിൽ നിന്ന് വരണം. ഹോണസ്റ്റിയിലേക്ക് എന്താണ് ക്വാളിറ്റി? ഹോണസ്റ്റി വിത്ത് ക്വാളിറ്റി രണ്ടും പരസ്പരം ബന്ധപ്പെട്ട വാക്കുകൾ. ഞാൻ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രശ്നം അവസാനിപ്പിക്കാം. നമ്മുടെ നാഷണൽ ഹൈവേ ഇപ്പോൾ മഞ്ചേശ്വരത്ത് തുടങ്ങി UNCCക്ക് ഫസ്റ്റ് റീച്ച് അറിയാം ചെറുപ്പം കഴിയും. ദെൻ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനി അതായത് കമ്പനിയാണ് മേഘ. ഫസ്റ്റ് സെക്കൻഡ് മേഖലയാണ്. ഈ 2 പേർക്ക് നിങ്ങൾ നോക്കുന്നത് നമ്മളെല്ലാം കാണുന്നത് എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി. 2 കമ്പനി നമ്മുടെ കൺമുന്നിൽ കാണുന്നതാണ്. ഞങ്ങൾ റിവ്യൂ മീറ്റിംഗ് നടക്കുമല്ലോ. ആ റിവ്യൂ മീറ്റിംഗിൽ അവർ എടുത്തിട്ട് എന്ന് പറഞ്ഞു
നിങ്ങളുടെ വർക്കിന് ക്വാളിറ്റി ഇല്ല, നിങ്ങളുടെ വർക്ക് ഇന്നതാണ്, നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തകരാറുകളുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ കമ്പയർ ചെയ്തു മറ്റൊന്ന് നോക്ക്. ഒരു മൾട്ടിനാഷണലിൻ്റെ ഒരു കാര്യം അവർക്ക് സർക്കാരിൽ നിന്നോ അവർക്ക് എന്താ പറയുമോ, അവർക്ക് സർക്കാരുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ക്രോണിക് ക്യാപിറ്റലിസമാണ്. ക്രോണിക് ക്യാപിറ്റലിസമല്ല നിങ്ങൾ ചെറുകിട അല്ലെങ്കിൽ ഇടത്തരം കരാറുകാരും അതൊരിക്കലും ക്രോണിക് ക്യാപിറ്റലിസം. ക്രോണിക് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് കോർപ്പറേറ്റും ഗവൺമെന്റും തമ്മിലുള്ള ബന്ധത്തിലാണ്, അഥവാ സാമ്പത്തിക ബന്ധത്തിലാണ് ക്രോണിക് ക്യാപിറ്റലിസം പറയുന്നത്. കമ്പനിയെ വിളിച്ച് പറയുകയാണ് 1000 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് എടുക്കണം, അവർ 1000 കോടി അല്ലെങ്കിൽ 2000 കോടി പറഞ്ഞത്ര ഇലക്ട്രൽ ബോണ്ട് എടുക്കുന്നു, അവർക്ക് പകരം ടെൻഡർ ഇല്ലാണ്ട് പോകും. മെഗാ കമ്പനി 1500 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിൽ കൊടുക്കുമ്പോൾ അവർക്ക് പൂനെയിലെ ഒരു കടൽ 14,000 കോടിക്ക് ടെൻഡറിലാണ് കൊടുത്തത്. 14,000 കോടി ടെൻഡറില്ലാതെ വർക്ക് അവർക്ക് അലോട്ട് ചെയ്യുമ്പോഴാണ് 1,200 കോടിയൊക്കെ കൊടുക്കുന്നത്. ഇതാണ് ക്രോണിക് ക്യാപിറ്റലിസം. അവിടെ ക്രോണിക് ക്യാപിറ്റലിസത്തിന്റെ കാലത്ത് നമ്മൾ ചെറുകിട കരാറുകാരും അവർ തന്നെ ചെറിയ പണിയെടുക്കുന്നവരുമായ കരാറുകാരുടെ ജോലി സത്യസന്ധവും ആത്മാർത്ഥവും ക്വാളിറ്റിയുള്ളതുമായ നിലയിലേക്ക് പോകണം. നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം ചിന്തിക്കുമ്പോഴാണ്. പിന്നെ നിങ്ങൾ കുറേ പ്രശ്നങ്ങളുണ്ട്, വീട് കിട്ടുന്നില്ല, സർക്കാരിനടുത്ത് പൈസയില്ല, അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അത് കുറേ പ്രശ്നങ്ങളുണ്ട്, ഇല്ല ഞാൻ പറഞ്ഞില്ല. ഇപ്പം ചെക്ക് പറയാൻ 5 ലക്ഷത്തിൽ വരെ മാറാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പിന്നെ പണം കിട്ടാത്തത് കൊണ്ട് ഞങ്ങളുടെ വർക്ക് പെൻഡിങ് ആയി പോകുന്നുണ്ട്, അങ്ങനെ കുറേ സങ്കീർണമായ പ്രശ്നമുണ്ട്. അത് ഒറ്റയ്ക്ക് പരിഹാരം കാണാൻ വരുന്നത്. പക്ഷേ ഒരു കാര്യമുള്ള പ്രശ്നമുണ്ട്, കരാറുകാർക്ക് അധികം കുടിശ്ശിക വെക്കാതെ എല്ലാം കൊടുത്തില്ലെങ്കിൽ വർക്ക് നീങ്ങില്ല. ഇപ്പോൾ 1,60,60,000 കോടി രൂപയുടെ നിർമ്മാണമാണ് നടക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടോട്ടൽ എസ്റ്റിമേറ്റ് 1,60,60,000 കോടി രൂപയാണ്. അത് ഒന്നാം ഘട്ടമായി സർക്കാർ 1,20 മാത്രമേ വേണ്ടുള്ളൂ. ഈ സർക്കാർ അത്രയും പണം ഈ സർക്കാരിനെ കുറയാൻ വേണം, അതിൽ ഒഴിച്ചു വേണം. പക്ഷെ അതിൻ്റെ സ്വാഭാവികമായി പാർട്ടിയുടെ പ്രതിസന്ധിയിലാണ്. അതായത് വീട്ടിൽ സംസാരിക്കാൻ അതിനകത്ത് നിർവാദമില്ല, കുറച്ചുകൂടി സംസാരിക്കുന്നുണ്ട്. സ്വാഗത ക്ലാസിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് എനിക്ക് ഒരു നിർവാഹമില്ല. ഞാൻ എന്താ സംഭവിച്ചത് ഇത് ഞാൻ നേരത്തെ ഏറ്റു. 1 മാസം മുമ്പ് ഞാൻ ഒരു തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴാണ് ഈ പുതിയ വിളിച്ചു. അവിടെ ഇപ്പോൾ പോയാൽ 12 കാലം എത്താം എത്തിയില്ലെങ്കിൽ അവരും ഇങ്ങനെ ഉദ്ഘാടനത്തിൽ വിട്ടു. അത് ഷാജിക്കുണ്ടായിരുന്ന ഷാജിച്ചാൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് MLA ഉദ്ഘാടനത്തിലേക്ക് ഒന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോഴാണ് മറ്റവർ വേണ്ടി ഞങ്ങളുടെ സമയം അതേ സമയത്ത് MLA ഉദ്ഘാടനത്തിലേക്ക് കൊണ്ട് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. അത് ഷാജിച്ചാൻ കേട്ടിരുന്നു. ചെറുകിടത്തിൽ ചെറുകിടൊന്നും കാണാം, എല്ലാവരും ചെറുകിട വനിതക്കാരായ ഡോക്ടർമാരായ നിങ്ങളുടെ ജില്ലാ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനത്തിനായി അറിയിച്ചുകൊണ്ട് ഇവിടെയുണ്ട്. അവർക്കും വളരെയധികം തിരക്കുള്ളതുകൊണ്ട് പുതുമയുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള MLA CC കുഞ്ഞമ്പു അവർ പങ്കെടുക്കാമെന്ന് നമ്മോട് ഇഷ്ടമുള്ള കാറെടുക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് CG മാത്യു അവർ, ഗ്രാമപഞ്ചായത്ത് അംഗം മാധവൻ വെള്ളാല, ഈ സമ്മേളനത്തിൽ പ്രമുഖ ആദരവ് ഏറ്റുവാങ്ങുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ ഫെഡറേഷനെ സംബന്ധിച്ചും അതുകൂടാതെ ഇന്നത്തെ പ്രതിസന്ധികളെ സംബന്ധിച്ചും കേരളത്തിലെ സാമ്പത്തിക പ്രയാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും ഉൾപ്പെടെ ബഹുമാനായിട്ടുള്ള ഒരു സമ്മേളനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിരവധി പ്രോത്സാഹന പദ്ധതികൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വർക്ക് ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി ചില നിയമങ്ങൾ പ്രത്യേകിച്ച് ഈ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നിരവധി വർക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ നേരത്തെ MLA ഇവിടെ സൂചിപ്പിച്ചതുപോലെ സത്യസന്ധമായും സുതാര്യമായിട്ടുള്ള നമ്മുടെ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധ്യമാകുന്നുണ്ട് എന്നുള്ളത് ചില പ്രവർത്തികൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധ്യമാകും. എന്നിരുന്നാലും സർക്കാരിന്റെ സാമ്പത്തിക മാന്ദ്യവും കാലത്ത് പോലും സാധ്യമാകുന്നില്ല എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പിലോട്ട് പോകാതെ നമുക്ക് സാധ്യമാകുകയില്ല. ആ ഒരു ഘട്ടത്തിൽ ഇത്തരം സമ്മേളനങ്ങൾ അതിന്റെ ഗൗരവത്തോടു കൂടി
ചർച്ച ചെയ്യുമെന്നത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തോളം കാലമായി നമ്മുടെ ജില്ലയിലെ വിവിധ മേഖലകളിൽ നാം ഏറ്റെടുത്തുകൊണ്ടുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും പ്രാദേശിക സർക്കാരുകളുടെയും എല്ലാ പ്രവർത്തികൾ ഏറ്റെടുക്കുന്ന സമയത്ത് ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ പ്രതിസന്ധികൾ നമുക്ക് ഏറെ ബുദ്ധിമുട്ടാകുന്ന ചില സാഹചര്യം നമുക്ക് മുമ്പിലുണ്ട്. അതെല്ലാം വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിർദ്ദേശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ സമ്മേളനത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അപ്പോഴാണ്. കാരണം പല മുഖങ്ങളും ഇവിടെ കാണാറില്ല, പക്ഷെ എനിക്ക് പരിചയമില്ലാത്ത പല മുഖങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു ചോദ്യം നേരത്തെ ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ മനസ്സിലായി. നമുക്കറിയാം, ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ ഒരു 21ാം നൂറ്റാണ്ടിൽ ഒരുപക്ഷെ ഇവിടെ ഒരുപാട് മുതിർന്ന ആളുകൾ ഇവിടെ കോൺട്രാക്ടേഴ്സ് ആയിട്ട് ഇവിടെ ഉണ്ട്. ഇന്ന് നമ്മൾ ഓരോ വർക്കും എടുക്കുന്നത് നേരത്തെ MLA ഇവിടെ സൂചിപ്പിച്ചതുപോലെ സുതാര്യമായിട്ടാണ്. നമുക്കറിയാം ഓരോ പദ്ധതികളും എങ്ങനെയാണ് ടെൻഡറിലേക്ക് എത്തുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു പദ്ധതി എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ, അത് ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും നമ്മുടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളാണെങ്കിൽ പോലും ആ പദ്ധതി നമ്മുടെ പ്ലാനിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചാൽ മാത്രമേ അതൊരു ടെൻഡറിലേക്ക് എത്തുകയുള്ളൂ. അതിനു മുമ്പായിട്ട് അതിന് ഭരണാനുമതിയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അനുമതിയും അതോടൊപ്പം തന്നെ സാങ്കേതിക അനുമതിയും കൂടി അതിന് നിർബന്ധമായിട്ടുണ്ടാവണം. ഇത് ഉണ്ടായാൽ മാത്രമേ അത് ടെൻഡറിലേക്ക് എത്തുന്നുള്ളൂ. ടെൻഡറിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളത് എടുക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എപ്പോൾ വിട്ടെടുക്കാം. ഒരു മത്സരാധിഷ്ഠിതമായി, പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരു ഭരണസമിതിയിൽ ഉണ്ടായ ഒരു അനുഭവം കൂടിയാണ് ഞാൻ. ഒരുപക്ഷെ നിങ്ങളെല്ലാം കൂട്ടായി ചർച്ച ചെയ്ത് ഒരു ടെൻഡർ ഇടുക എന്നുള്ളതിലുപരി ഇന്ന് നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓൺലൈൻ ടെൻഡറാണ്. അവർക്ക് സ്വതന്ത്രമായി ഇടാനുള്ള ഒരു രീതിയിലേക്കുള്ള ഈ ടെൻഡറുകളും അതുപോലെ തന്നെ 1 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ ടെൻഡറുകളും തന്നെ ഓൺലൈനായിട്ട് ഇടാൻ തുടങ്ങി. നിങ്ങൾക്ക് നിൽപ്പ് ആ ടെൻഡർ നോക്കി സൈറ്റിനകത്ത് നിങ്ങൾക്ക് ടെൻഡർ ഇടാനുമായി നടക്കുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും അതിൽ മത്സരാധിഷ്ഠിതമായ രീതിയിലേക്കുള്ള ടെൻഡറുകൾ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ബില്ലുകളിലുള്ള പ്രശ്നവും നമുക്കറിയാം. ഇന്നിപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് വളരെ വിഷമത്തോടു കൂടിയാണെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ ബില്ലുകൾ പാസ്സാവാൻ അല്പം പ്രയാസമുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതലേ നമുക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് തന്നെ വലിയൊരു പ്രയാസം നമുക്കുണ്ട്. നമുക്കറിയാം, നമുക്ക് കിട്ടാനുള്ള വിഹിതം നമുക്ക് കേന്ദ്ര ഗവൺമെന്റുകളിൽ നിന്ന് കിട്ടുന്നില്ല. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരുകളെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുബന്ധ പ്രവർത്തികളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ അതിൽ തന്നെ 2 വശങ്ങളുണ്ട്. ആത്മാർത്ഥമായിട്ട് നമുക്ക് എങ്ങനെ ഒരു വർക്ക് എടുക്കാം. പലപ്പോഴും ചില സമയത്ത് നമുക്ക് തന്നെ കരാറുകാരോട് ചിലപ്പോൾ അത് മാറ്റി മറ്റൊരു രീതിയിലേക്ക് അതിനെ എടുപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ എസ്റ്റിമേറ്റ്, ഇന്ന് എല്ലാവരും എസ്റ്റിമേറ്റ് നോക്കുന്നവരും ബില്ല് നോക്കുന്നവരൊക്കെയാണ്. ഒരു എസ്റ്റിമേറ്റ് അതിനനുസരിച്ച് ബില്ല് ചെയ്യുന്നത് ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഉദ്യോഗസ്ഥർ തന്നെയല്ല, നമുക്ക് എല്ലാ പദ്ധതികൾക്കും പങ്കാളിത്തമുണ്ട്. കാരണം മാനുവലായിട്ട് ബില്ല് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും കുറച്ചുകൂടി സുഖമാണ്. ഓൺലൈനായിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ സമയപരിധി ഒക്കെ നിങ്ങൾക്ക് നോക്കേണ്ടതുണ്ട്. ഒരു നിർമ്മാണ പ്രവർത്തനമാണെങ്കിൽ ആ നിർമ്മാണം കൃത്യസമയത്ത് തന്നെ തുടങ്ങിക്കഴിഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ മറ്റനുബന്ധ പ്രവർത്തനങ്ങൾ തുടങ്ങണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമ്മുടെയൊക്കെ പഞ്ചായത്ത് പോകുന്നത്. ഇപ്പോൾ ഒരു വലിയ പ്രയാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബില്ല് കിട്ടാത്തത് കൊണ്ടോ അതോടൊപ്പം തന്നെ ഇന്നുള്ള ഈ ഓരോ പ്രയാസങ്ങളും ഇപ്പം ബില്ല് BDS ആക്കാൻ വേണ്ടി പറയുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾക്ക് അതിന്റെ വലിയൊരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പിന്നീട് 1 ലക്ഷത്തിന് മേലെയുള്ള ബില്ല് വരെ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാങ്കേതിക പ്രയാസം ഗ്രാമപഞ്ചായത്തുകൾ അനുഭവിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഇന്ന് നമ്മുടെ ക്ലർക്കിനെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ട് ബില്ലാക്കിയിട്ടാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ തന്നെയാണ്. റോഡായാലും അതുപോലെ തന്നെ മറ്റു ബില്ലിംഗ് പർപ്പസുകളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായി ഫണ്ട് നീക്കി വെച്ചിരിക്കുന്നത്. അത്തരം പ്രവൃത്തികൾ നിങ്ങളിലൂടെ അല്ലാതെ നമുക്ക് ഒരിക്കലും പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അത് ഏറ്റെടുത്തുകൊണ്ട് വളരെ ആത്മാർത്ഥമായി അതൊക്കെ പൂർത്തീകരിക്കാൻ ആവശ്യമായ ഒരു സഹായ സഹകരണം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ ഒരു സംഘടനയുടെ ഭാഗമായി പോകുമ്പോഴും നിങ്ങൾ എല്ലാവരും വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ സംഘടനയുടെ നേതൃത്വത്തിലൊക്കെ വളരെയധികം കാരുണ്യ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാടുകളിലൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് അതിനെല്ലാം അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു.
നമ്മുടെ പ്രതിനിധി സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. KGCF സമ്മേളനമാണ്. ഇന്ന് കുറേ ആള് ഇങ്ങനെ സമ്മേളനത്തിൽ ആളിലേക്ക് വരികയും പോവുകയും ചെയ്യും. അതൊരു പ്രതിനിധി സമ്മേളനത്തിൻ്റെ ചട്ടമല്ല. അതുകൊണ്ട് എല്ലാ പ്രതിനിധികളും ഈ സമ്മേളനം കഴിയുന്നത് വരെ ഈ ഓർഡറിനകത്ത് ഇരിക്കണം എന്ന് വളരെ വിനയത്തോടു കൂടി KGCF ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇപ്പോൾ ചായക്ക് ഒരു ചെലവായി കഴിഞ്ഞു. നമ്മുടെ സംഘടന 40,000 രൂപ ചികിത്സ സഹായം കൊടുത്തിരിക്കുന്നത്. അത് ഇനിയിപ്പോ മറ്റേ കുടുംബസഹായം ഫണ്ടാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു കുടുംബസഹായം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. കുടുംബസഹായ ഫണ്ട് അവർക്ക് അർഹതപ്പെട്ടതാണ്. എന്നാൽ നമ്മൾ പല ആവശ്യത്തിനും ഇങ്ങനെ ദൂരത്തായി ചെലവാക്കുന്ന ഒരു കൂട്ടരാണ്. അപ്പൊ ഈ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാ പറഞ്ഞാല് നമുക്കൊരു വരുമാനമില്ല. നമ്മളൊക്കെ ഇപ്പോഴുള്ള വരുമാനം മെമ്പർഷിപ്പിന്റെ വരുമാനം മാത്രമാണ് സംഘടനയ്ക്കുള്ളത്. അത് തന്നെ സംഘടനയെ നയിക്കാൻ വേണ്ടി വളരെയധികം ചെലവുള്ളതുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ നിങ്ങളെ അറിയിച്ചോളുന്നു. അപ്പൊ സംഘടനയ്ക്ക് വളരെ ഉത്തരവാദിത്വമുണ്ട്. സംഘടന അപ്പൊ ഇത് കൊടുക്കാൻ 2014 നമ്മുടെ ഇപ്പോഴത്തെ സംഘടനയുടെ രക്ഷാധികാരിയും നമ്മുടെ മുൻ പ്രസിഡന്റുമായ PKC മുഹമ്മദ് കോയ മുൻ MLA അവരുടെ ആസൂത്രണം ചെയ്തിട്ട് നമ്മൾ ക്ഷേമനിധി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം 2014 സംഘടനയിൽ നിന്നുള്ള ഒരു ചായ പൈസയും കൂടി എടുത്തിട്ട് അവർക്ക് അർഹതപ്പെട്ടതാണ്. ഇത് ഇങ്ങനെയൊന്നും മാറപ്പെട്ട നിലയിൽ ഈ അംഗമായ മെമ്പറായ ആൾക്ക് കൊടുക്കുന്നതാണ്. അതാണ് ഇപ്പൊ നമ്മുടെ ഇത് സംഘടന വളരെയധികം ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വഹിക്കുന്നുണ്ട്. ആ BKCയുടെ പരിശ്രമ ഫലമാണ് ഈ സംഘടനയ്ക്ക് ഇങ്ങനെയുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു വലിയ ചെയ്താറില്ല. അടുത്ത കൊല്ലത്തേക്ക് സംഘടന ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് 2025 7 ലക്ഷം രൂപ ആക്കണം എന്നുള്ള ആലോചന സംഘടന ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മെമ്പർമാർ കൂടുതൽ വേണം. അതുകൊണ്ട് ഇപ്പോൾ പുതിയ സംഘടനയിലെ കരാറുകാരുടെ ഭാര്യമാരെയും ഈ സ്കീമില് അംഗമാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഭാര്യക്കും ഇനി മരണപ്പെട്ടാൽ അവകാശം കിട്ടും, ഭർത്താവിനും കിട്ടും, രണ്ടാൾക്കും കിട്ടും ഈ കുടുംബസഹായ ഫണ്ടിന്റെ ആനുകൂല്യങ്ങൾ. അങ്ങനെ 7 ലക്ഷം രൂപ അടുത്ത പ്രാവശ്യം കൊടുക്കാൻ, അടുത്ത 2025 കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ വൈദ്യവേളയിൽ നിങ്ങളോട് കൂടുതലായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രജിസ്ട്രേഷൻ ചെയ്യാത്ത ആൾക്കാർ മുഴുവനും മറ്റു സഹോദരിക്ക് നൽകിയ ഭൂമിയാണ്. അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനമാണ്, മനുഷ്യത്വപരമായ ഒരു പ്രവർത്തനം. രണ്ടാമത്തേത് നമ്മുടെ സംഘടന 2014 ആരംഭിച്ച ചാരിറ്റി പ്രസ്ഥാനം. അങ്ങനെ 2014 നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ചെറുകിട കലാകാരൻ എന്നുള്ളത് വളരെ പ്രയാസകരമായ ജീവിതം നയിക്കുന്നവരായിരുന്നു. അങ്ങനെ പ്രയാസകരമായ ജീവിതം നയിക്കുന്ന കലാകാരനെ പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് മനസ്സിലാവാൻ കഴിയില്ല. അവരെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നല്ല വസ്ത്രധാരിയായിരിക്കും, ചിലപ്പോഴൊക്കെ വണ്ടിയിരിക്കും. പക്ഷെ അവരുടെ ജീവിത കുടുംബങ്ങളിൽ പോകുമ്പോൾ അവരുടെ ജീവിത സാഹചര്യവും വളരെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഭൂരിപക്ഷം ആളുകളും മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിന് ആശ്രയമായി നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും നഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്ന ആ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. മരണം മാത്രമല്ല, രോഗങ്ങൾ വന്നാൽ അങ്ങനെയാണ്. ഞങ്ങൾ നമ്മുടെ സംഘടന പഠിക്കാൻ തീരുമാനിച്ചു എങ്ങനെ നമുക്ക് ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ കഴിയും. ബഹുമാനായ BKC തന്നെ 2013 ഈ കാര്യത്തെ പറ്റി ഗൗരവമായിട്ട് ആലോചിച്ച സംഘടന നേതൃത്വം കൊടുത്തത് BKC. അങ്ങനെ 2013 ആലോചിച്ച കാര്യം 2024 നമ്മൾ നടപ്പിലാക്കും. കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് അന്നത്തെ MLA ബഹുമാന്യ ശ്രീ തോമസ് ഐസക്കാണ് ഇത് ഉദ്ഘാടനം നിർവഹിച്ചത്.
അതിൽ വെച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. 2014 ശേഷം 10 വർഷം പിന്നിട്ട് 2024 ഇന്നേക്ക് 60 പേർക്ക് നമ്മൾ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മരണാനന്തരം ആനുകൂല്യം നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2,95,00,000 രൂപ 60 കുടുംബങ്ങളിൽ നമുക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സംഘടന ഇതൊരു യൂണിറ്റ് ആയതുകൊണ്ടാണ്. ഏതെങ്കിലും ഓടി നിൽക്കുന്ന ഏതെങ്കിലും കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മാത്രം വന്നതല്ല. നമ്മുടെ സംസ്ഥാനത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും മുഴുവൻ മെമ്പർമാരുടെയും നിർലോഭമായ സഹകരണം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. 51 പേർക്ക് 29 ലക്ഷം രൂപ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ 10 വർഷത്തിനുള്ളിൽ. കുറേ പേര് നമ്മുടെ സംഘടനയിൽ നിന്ന് റിട്ടയർമെൻറ്റിൽ പോയിട്ടുണ്ട്. അവർക്കും നമുക്ക് ആവശ്യമായുള്ള സഹകരണങ്ങൾ നൽകി. ഇതൊരു ചാരിറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് എങ്ങനെ ഒരാളെ സഹായിക്കാൻ കഴിയും, അതാണ് ഇത് ഏറ്റവും പ്രധാനം. നമ്മൾക്ക് എന്ത് വരുമാനം ഉണ്ട് എന്നുള്ളതല്ല, നമ്മൾക്ക് നമ്മുടെ സഹോദരങ്ങളെ എങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലായിരിക്കും ഈ സൊസൈറ്റി അംഗമായി വരുന്നത്. ഈ 10 വർഷക്കാലം നമ്മൾ പിന്നിട്ടപ്പോൾ ഇപ്പോഴും നമ്മൾ 5 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. 2024 ഡിസംബറിൽ നമ്മൾ 2 കോടി ആരംഭിക്കും, 2 കൂടാൻ പോവാണ്. നമുക്ക് താല്പര്യമുണ്ട് ഈ 5 ലക്ഷം രൂപ എന്നുള്ളത് ഒരു 7.5 ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയണമെങ്കിൽ നിലവിലുള്ള നമ്മുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റിയിൽ നമ്മൾ 2014 തൊട്ട് 10 വർഷക്കാലം മെമ്പർഷിപ്പിൽ വന്നത് 1800 ചില ആളുകളുണ്ട്. നിയമനിർമ്മാണത്തിൽ പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പ്രയാസം നേരിടുന്നുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ മറ്റു നമ്മുടെ ഈ കോഴിക്കോട് കാസർഗോഡ് ജില്ലയിലൊക്കെ കലാസംഘടനയുടെ ബാഹുല്യം വളരെ കൂടുതലാണ്. നമ്മുടെ സംഘടനയിലേക്ക് എങ്ങനെ ഇവരെ ആകർഷിക്കാമെന്ന് നമ്മുടെ ഈ സൊസൈറ്റിയും നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റിയും വെച്ചുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തകരും നമ്മുടെ സംഘടന വിപുലപ്പെടുത്തേണ്ടതില്ല. പാട്ടിലൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കണം, കഴിയണം. നമുക്ക് കൂടുതൽ കാസർഗോഡ് ജില്ലയിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നുണ്ട്, ഇല്ലെന്നല്ല. നമുക്ക് നല്ല പ്രവർത്തനം നടത്തി സംഘടനാശേഷി എങ്ങനെ വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ആലോചന നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ സംഘടനാശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വയം നമ്മുടെ സൊസൈറ്റിയും സോഷ്യൽ സെക്യൂരിറ്റി നമ്മുടെ കാര്യം തളർത്തിയാലും തളരൂല എന്നുള്ള ഒരു സ്വയം ശേഷി നമുക്ക് ഉണ്ടാകാൻ ഒരു പരിധി വരെ നമ്മുടെ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു സംഘടനാ പ്രവർത്തനങ്ങൾ നാളെയും ഇന്നും ഓരോ പ്രവർത്തകരും നമ്മുടെ നേതൃത്വത്തിന്റെ മാത്രം ഉത്തരവാദിത്തമായി കാണാതെ ഓരോ പ്രവർത്തകരും അതിനുവേണ്ടി കാര്യമായി പ്രയത്നിക്കണമെന്നും. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സംഘടനയുടെ 19ാം സംസ്ഥാന സമ്മേളനം 2025 ഏപ്രിൽ മാസം തിരുവനന്തപുരത്ത് വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ സമ്മേളനത്തിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംസ്ഥാനത്തെ സംഘടനയുടെ എല്ലാ കീഴ് ഘടകങ്ങളുടെയും സമ്മേളനം നടന്നു വരികയാണ്. കാസർഗോഡ് ജില്ലക്കകത്ത് താലൂക്ക് കമ്മിറ്റിയുടെ സമ്മേളനം നടന്നു, പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അതിന്റെ ശേഷമാണ് ഈ ജില്ലാ സമ്മേളനം എന്നിവിടെ നടക്കുന്നത്. തീർച്ചയായും താഴെത്തട്ടിലുള്ള മെമ്പർമാർ അവരുടെ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ വളരെ കൃത്യതയോടുകൂടി 3 വർഷം കൂടുമ്പോൾ സമ്മേളനം നടത്തുകയും ആ 3 വർഷത്തെ തൊട്ട് പുറകോട്ടുള്ള 3 വർഷക്കാലത്തെ സംഘടനാ പ്രവർത്തനവും വളരെ കണിശമായി പരിശോധിക്കുകയും വിശദമായ ചർച്ച നടത്തുകയും വരും കാലങ്ങളിലേക്ക് ആവശ്യമായ നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന രീതിയിൽ സമ്മേളനം നടത്തി കൃത്യതയോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഫെഡറേഷൻ. ഈ സംസ്ഥാനത്തെ ഇതര സംഘടനകൾ വ്യത്യസ്തമായി നിലനിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ സമ്മേളനം ഈ 2024 ഡിസംബറിൽ നടത്തുന്നതാണ്. ഈ സംസ്ഥാനത്ത് ആകെയുള്ള കരാറുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഫെഡറേഷൻ നിലപാട് സ്വീകരിച്ചു. എത്രത്തോളം പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്നില്ല, പരിഹൃതമാവാത്ത വിഷയം എന്തുകൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നതിനെ കുറിച്ച് വളരെ വിദഗ്ധമായ അഭിപ്രായം രേഖപ്പെടുത്തണം. അങ്ങനെയാണ് സംഘടനയെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കുക. ഇത് പറയുമ്പോൾ നമുക്കറിയാം, കേന്ദ്ര കരാറുകാർ എന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം പഴയ കാലത്ത് നിന്ന് വളരെ വിഭിന്നമായ അതിരൂക്ഷമായ പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. യാതൊരു തർക്കവാവശ്യത്തിലില്ല. പക്ഷെ എന്തുകൊണ്ട് ആ സാഹചര്യം അതേ രീതിയിൽ നിലനിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം.
ഈ സംസ്ഥാനത്ത് 1-2 സംഘടനകൾ മറ്റും പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാന തലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന 2 സംഘടനകളുണ്ട്. പല ഘട്ടത്തിലും നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് കരാറുകാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല? നിങ്ങൾക്ക് മനസ്സിലാകേണ്ട കേരളത്തിൽ 8000-ഓളം കരാറുകാരാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ പുതുക്കി വെക്കുന്നത്. ഈ സംസ്ഥാനത്തെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ആകെ പ്രവർത്തിയെടുക്കുന്ന കരാറുകാർ 2000 താഴെയാണ്. അപ്പൊ ഏത് വിഷയം വന്നാലും നമ്മെ സംബന്ധിക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പുറത്തിറങ്ങിയാൽ ഫെഡറേഷൻ എന്താണ്, ഫെഡറേഷൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ എന്ത് ചെയ്തു, എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് കൃത്യമായ ഒരു കൃത്യത ഉണ്ടാവും. അത് പുറമേ നമ്മുടെ കരാറുകാരെ ബോധ്യപ്പെടുത്തണം. ഒരു വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നമ്മളുള്ളത്. തീർച്ചയായും നമുക്ക് മുറിച്ചു കിടക്കാൻ സാധിക്കും. ആ മുറിച്ചു കിടക്കണമെങ്കിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഇത് പറയുമ്പോൾ ചില മുൻകാലങ്ങൾ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ നിങ്ങൾ ചെറുകിടക്കാരല്ല, ഞങ്ങൾ വൻകിടക്കാരാണ്. അപ്പൊ ഞങ്ങൾ നിങ്ങളെ കൂടെ സഹകരിക്കൂല, തൊടുകൂടെയില്ല. ഞാൻ അയാൾ ആരുമാണെന്നാണ് ധാരണ. ഇന്ന് ആ വൻകിടക്കാരനൊക്കെ തന്നെ കുത്തുപാളി എടുത്തിരിക്കുക, വനയ്ക്കാൻ മൊത്തം ഒഴുകിക്കൊണ്ട് കുത്തക കമ്പനിക്കാരൻ ആ മേഖല ആകെ അടക്കി ഭരിച്ചിരിക്കുകയാണ്. നാളെ നമ്മളെയും ബാധിക്കും, സംശയമുണ്ടാകും. നിങ്ങളുടെ പഞ്ചായത്തിലെ മൊത്തം പ്രവൃത്തിയും ഒറ്റ ടെൻഡറാക്കിയത് കമ്പനിക്കാരെ ഏൽപ്പിക്കാൻ ഭരണാധികാരികൾ തയ്യാറായിക്കൂടാ എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പൊ തീർച്ചയായും കുത്തക കമ്പനിക്കാർ മൊത്തം ഒഴിഞ്ഞതിന് മുമ്പേ നമുക്ക് ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും? നിരന്തരമായി പോരടിച്ചുകൊണ്ടിരിക്കണം. ആ പോരടിക്കാൻ നമുക്ക് നമ്മുടെ സമ്പത്ത് എന്താ? നമ്മുടെ കരാറുകാരാണ്. ആ കരാറുകാരെ ആകെ നമുക്ക് ഒന്നിച്ചടി നിർത്താൻ നമ്മൾ നിരന്തരമായി പ്രവർത്തിക്കണം. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ തയ്യാറായാൽ 2 ദിവസം സർക്കാർ മുട്ടുമടക്കും. ഈ നാട്ടിലെ നിങ്ങളുടെ ജില്ലക്കകത്തുള്ള കാസർഗോഡ് ജില്ലക്കകത്തുള്ള വികസന പ്രവർത്തനം ഏറ്റെടുക്കില്ല എന്ന് ഒരു ദിവസം പ്രഖ്യാപിച്ചാൽ 2ാമത്തെ ദിവസം ഭരണകൂടം നിങ്ങളെ വിളിക്കും. ഒരു തർക്കവും വേണ്ടതില്ല. നിങ്ങൾ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അവർ തയ്യാറാവും. അതിലേക്ക് നമുക്ക് അവരെ എത്തിക്കാൻ സാധിക്കും. അതിന് എളുപ്പം സാധിക്കില്ല. എന്തുകൊണ്ട്? നമ്മൾ ഇന്ന് എപ്പോഴും ഒരു സമരം. ഇന്നൊക്കെ ഞാൻ ഇവിടെ കഴിഞ്ഞ മാസം ധനമന്ത്രിയും സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചത്. അവരുന്നയിച്ചൊരു വിഷയമുണ്ട്. ഒരു കാര്യം പരിശോധിക്കണം. കേരളത്തിലെ കരാറുകാർ എന്തുകൊണ്ട് ഇങ്ങനെ താഴേക്ക് പോകുന്നു? ഞാൻ നമുക്ക് സർക്കാർ മറുപടി പറയണം. കേരള കരാറുകാർ അവിടെയാണ് ഈ വൻകിടക്കാരന്റെ പ്രാധാന്യം പരിശോധിക്കേണ്ടത്. കേരള വൻകിടക്കാരന് അടക്കം ഇന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. ഈ തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെയില്ല നാഷണൽ ഹൈവേ പ്രവർത്തികൾ പരിശോധിച്ചാൽ മനസ്സിലാവും. നേരത്തെ നമ്മുടെ MLA പറഞ്ഞ ഊരാലിംഗൽ സൊസൈറ്റി ഒഴികെ ഏതെങ്കിലും ഒരു മേഖലയിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു കരാറുകാരനോ കരാർ കമ്പനിയോ ഉണ്ടോ? നിങ്ങൾ പരിശോധിച്ചു നോക്കണം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള ആകുലത കരാറുകാരൻ ഇല്ലാത്തതല്ല. ഈ നാടിന്റെ സമ്പത്ത് ആകെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകി പോവുകയാണ്. GST 1 രൂപ കേരളത്തിൽ അടിയില്ല, മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ അതിന് മറികടക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായി സർക്കാർ നിർദ്ദേശം വന്നിട്ടുണ്ട്. ആ നിർദ്ദേശം നിങ്ങളുടെ ചർച്ചയ്ക്ക് കൂടി ഞാൻ അവതരിപ്പിക്കും. കാര്യങ്ങൾ അവർ പറഞ്ഞ മാനദണ്ഡം അനുസരിച്ച് വർക്ക് ചെയ്യില്ല. ഇങ്ങനെ പോയി പെട്ടുകയാണ്. നമ്മുടെ പഴയകാലത്ത് ഒരു 5-6 വർഷം മുമ്പൊക്കെ കാസർഗോഡ് മുടിചൂടാമെന്നമാരായ കരാറുകാർക്ക് ഇപ്പൊ സൈഡായി. പലരും ആരെങ്കിലത്തില്ല. എന്താണ് പ്രധാന കാരണം? ഈ നമ്മൾ തമ്മിലുള്ള കിടമത്സരമാണ്. വൻകിടക്കാരാണെങ്കിൽ അവർ തമ്മിലുള്ള കിടമത്സരം, ചെറുകിടക്കാരാണെങ്കിൽ അവർ തമ്മിലുള്ള കിടമത്സരം. ഇതാണ് നമ്മുടെ ശവക്കുഴി തോന്നുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് പഴയ കാലത്തൊക്കെ എബോവിന് വേണ്ടിയിട്ടായിരുന്നു മത്സരം. പല ആളുകളും പറയുന്ന കേട്ട് ഞങ്ങൾക്ക് 70% എബോ കിട്ടി, 60% എബോ കിട്ടി, അതിനായിരുന്നു മത്സരം. ഇന്നാണെങ്കിലും എത്ര 25%, 30%, 20% വേണ്ടി മത്സരമാണ്. ഇപ്പൊ ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയാം കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ് ഇങ്ങനെ കിലോയിട്ട് നശിക്കരുത്. പക്ഷെ എല്ലാവരും പോയി 20-25 കിലോയിലേക്ക് കടന്നു. ഞാൻ പറയുന്നത് എനിക്കും കുറെ സാധനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനും പോയി ചാടും. പക്ഷെ ചാടുന്നത് നമ്മുടെ സ്ഥിതി നമുക്കല്ലേ അറിയും. അതുകൊണ്ട് സ്വയം മനസ്സിലാക്കി എല്ലാ കലാകാരുടെ സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സ്വയം മനസ്സിലാക്കി നമ്മുടെ നിലനിൽപ്പ് ഭാവിയിലേക്ക് നോക്കാൻ. ഇപ്പൊ നമ്മൾ പോകുന്നിടത്തോളം ഇങ്ങനെ ഉരുണ്ട് പോകും. ബാങ്കുകാരൊക്കെ നമുക്ക് ഇന്ന് 50 ലക്ഷം ആണെങ്കിൽ നാളെ 70 ലക്ഷം കൂടി തരും. നമ്മൾ നിലനിൽക്കുമ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് വാങ്ങിയിട്ട് മുമ്പോട്ട് പോകും. നമ്മുടെ ശ്വാസം ഒന്ന് നിലച്ചാൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ അപകടഗതിയിലാവും. ആ ഒരു അവസരത്തിലാണ് ഭൂരിപക്ഷം കരാറുകാരെന്ന് എനിക്ക് നേരിട്ട് അറിയാം. അതുകൊണ്ട് അത്തരം ആമുഖമായ റിപ്പോർട്ടിന്റെ ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത് അത്ര ഉള്ളതുകൊണ്ടാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കാതിരുന്നത്. ഞാൻ അപ്പോൾ തന്നെ ഇന്നലെ തന്നെ ആരോഗ്യത്തോട് പറഞ്ഞിരുന്നു, എന്തായാലും നിങ്ങളുടെ സമ്മേളനത്തിലേക്ക് വരും.
അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള സാമൂഹിക പ്രവർത്തകരും നിങ്ങളും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത്. ആ ബന്ധം പലതരത്തിലാണ്. അതിലൊന്ന് നമ്മളെല്ലാം ആലോചിക്കുന്ന നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ. ആ വികസന പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പശ്ചാത്തല വികസന പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിച്ച് അതിന്റെ നിർവഹണ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകൾക്കൊന്നും ആ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക അല്ലെങ്കിൽ നിർമ്മാണം ഏറ്റെടുക്കുവാൻ വേണ്ടിയുള്ള സാധാരണഗതിയിലുള്ള സംവിധാനങ്ങളില്ല. അപ്പോഴാണ് ഒരു വലിയ പണമുള്ളവരായിട്ടാണ് കോൺട്രാക്ടർമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പെല്ലാം അങ്ങനെയായിരുന്നല്ലോ. നമ്മൾ മലയാളത്തിലുള്ള ചില സിനിമകളെല്ലാം വന്നിട്ടുണ്ട്. പണ്ടത്തെ കാലത്തെ സിനിമകളിലെല്ലാം ഈ ഗവൺമെന്റ് കോൺട്രാക്ടർമാർ എന്ന് പറഞ്ഞാൽ കരാറുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വല്ലാണ്ട് ഗവൺമെന്റിന്റെ പണം അടിച്ചു മാറ്റുന്നവരാണ് എന്നുള്ളതാണ്. അതിന് ചില ഉദാഹരണങ്ങളെല്ലാം നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട്, മുമ്പല്ല. എന്നാൽ ഇപ്പോഴും അങ്ങനെയല്ല. ഇപ്പൊ ഈ ഗുണനിലവാര പരിശോധനയും അതുപോലെ തന്നെ ഈ മേഖലയിലേക്ക് വരുന്നവരെല്ലാം ഏതാണ്ട് നല്ല സാമൂഹ്യ പ്രതിബദ്ധതയും നല്ല വിദ്യാഭ്യാസവും സമൂഹവുമായിട്ടുള്ള നല്ല കലർന്ന് ജീവിക്കണം. എടുത്ത പണിക്ക് അല്ലെങ്കിൽ എടുത്ത അധ്വാനത്തിന് നമുക്കുണ്ടാവുന്ന കായികവും മാനസികവുമായിട്ടുള്ള അധ്വാനത്തിന് കൂലി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ആ കൂലി ലാഭമെന്ന് നമുക്ക് പറയാം. അതല്ലാതെ മുൻഗാമികളെ പോലെയുള്ള അമിതമായിട്ടുള്ള ലാഭം, അല്ലെങ്കിൽ മുമ്പെല്ലാം പറയുന്നത് ഒരു പദ്ധതിക്ക് വേണ്ടി 1 ലക്ഷം രൂപ വെച്ചാൽ അതിന് പണ്ടെല്ലാം ഞങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്നത് ഒരു പദ്ധതി എടുത്താൽ ഇപ്പൊ ഇവിടെ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ എടുക്കുന്ന ആളുകൾ ധാരാളം ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് ഇത്ര ശതമാനം ആർ കൊടുക്കണം, അവിടുത്തെ മെമ്പർ കൊടുക്കണം, കുറച്ച് ശതമാനം അതിന്റെ പ്രസിഡന്റിന് കൊടുക്കണം, പിന്നെ കുറച്ച് ആ പ്രദേശത്തുള്ള ചില ആളുകൾക്ക് കൊടുക്കണം. ഒരു നല്ല അനുഭവത്തിൽ ഒരു ഗവൺമെന്റ് ഒരു തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഏതെങ്കിലും സമ്മർദ്ദം കോൺട്രാക്ടർമാരോട് സമ്മർദ്ദം പറഞ്ഞില്ല. പഞ്ചായത്ത് ഈ ത്രിതല പഞ്ചായത്തിലാണ് ഇത്തരം മാൾ പ്രാക്ടീസെല്ലാം നന്നായി നടക്കുക. ഞങ്ങളൊരു കോൺട്രാക്ടർമാരോടും ഈ അരവിന്ദൻ ഉൾപ്പെടെ താഴെ ബേക്കിൽ കുറച്ച് നമ്മുടെ പഞ്ചായത്തിൽ ബ്ലോക്കിലെല്ലാം പണിയെടുക്കുന്ന കോൺട്രാക്ടർമാർ ഇരിക്കുന്നുണ്ട്. ഒരാളോട് പോലും ഞങ്ങളൊരു പണി ഇങ്ങനെയാണ്, അതുകൊണ്ട് പണിയിൽ കുറച്ച് കാറിന്റെ ബാരലിന്റെ എണ്ണം കുറച്ചു, അത് ഞങ്ങൾക്ക് വേണം എന്ന് നമ്മളാരും പറയാറില്ല. ഇപ്പൊ ഒരു പഞ്ചായത്തിനും അങ്ങനെ പറയാൻ വേണ്ടി സാധ്യത. അപ്പൊ ആദ്യഘട്ടത്തിന്റെ ഒരു അത് മാറി. അപ്പൊ രണ്ടാം ഘട്ടത്തിൽ ഏതാണ് നമ്മുടെ ഈ ടെക്നിക്കലായിട്ടുള്ള നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. എനിക്ക് തോന്നുന്നു അതെല്ലാം വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്ക് എന്തായാലും അവരെ പ്രസാദിപ്പിച്ചാലേ കഴിയുമെന്നുള്ള മനസ്സുള്ളവരുണ്ട്. എന്തായാലും അങ്ങനെ ചെയ്യണം, എന്തെങ്കിലും മാത്രമേ നിങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഈ സാധാരണ ഏതെങ്കിലും കാരണവശാൽ പരിപാടിയെല്ലാം നടക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സമീപിക്കാറ് മനസ്സിലായി നമുക്കറിയാം. അപ്പൊ അങ്ങനെ സഹായം പറയരുത്, ഞങ്ങൾ ഓടിയെടുക്കാം. ആ ഓടി തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. സ്വർണ്ണമെല്ലാം ബാങ്കിലാണ്, കൃത്യസമയത്ത് ഫണ്ട് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള സാമ്പത്തികമായ പ്രതിസന്ധി കുറെ കാലമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഞാൻ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകനാണ്. ഞങ്ങള് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാമാന്യം മോശമില്ലാതെ തോറ്റു. ആ തോറ്റതിന് ശേഷം ഞങ്ങൾ റിവ്യൂ നടത്തുമ്പോൾ മനസ്സിലായത് അതിലൊരു നല്ല പങ്ക് നമ്മുടെ നാട്ടിലെ കോൺട്രാക്ടർമാർ വഹിച്ചിട്ടുണ്ട് എന്നാണ്. മറ്റൊന്നുമല്ല, അത് നമ്മുടെ എന്തെങ്കിലും ദേഷ്യമുണ്ടായതൊന്നുമല്ല. പിന്നെ സാമ്പത്തികമായിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ട് കഴിയുമ്പോൾ എന്നാ പറ്റി ഒരു പണി കൊടുത്ത് കളയാം എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദോഷമൊന്നും പറഞ്ഞില്ല. ഒത്തൊരുമിച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ട്, നിങ്ങളുടെ വിഷമവും നന്നായി മനസ്സിലാക്കുന്നു. അതിനെ മറികടക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിന് വലിയ ശ്രമം കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചില കേന്ദ്രങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നിലയിലേക്കുള്ള
ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്നുള്ള ചിന്തയില്ലാത്ത ഭരണാധികാരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. അത് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ മാത്രമൊന്നുമല്ല ബാധിക്കാം, നാട്ടിലെ ജനങ്ങളെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചെയ്യാനായിട്ട് എല്ലാ നിലയിലും സംഭവിക്കും. അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് ഒന്നിച്ച് മറികടക്കാൻ വേണ്ടി സാധിക്കണം. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ വർക്കുകളെല്ലാം ഏറ്റെടുക്കുന്നവരാണ്. അത് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി നമ്മുടെ നാട്ടിലെ ഈ കരാറുകൾ തയ്യാറാകുന്നു. ഫണ്ടിന്റെ കാര്യത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ട്, എങ്കിലും അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു യോഗം കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പൊ അത് നിലവിലുള്ള പെൻഡിംഗ് ബില്ലുകളെല്ലാം ഡിസംബർ 30 കൊടുത്തു തീർക്കാൻ വേണ്ടി അനുവദിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾക്കും ഗുണകരമാവും എന്നുള്ള കാര്യം സംശയമില്ല. അപ്പൊ അത് നമുക്ക് ഇത്തരം പദ്ധതികൾ അത് സമയം തന്നെ പൂർത്തീകരിക്കുകയും അത് സമയോചിതമായി ആ പൂർത്തീകരിക്കുമ്പോൾ അതിനുള്ള കരാർ തുക നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സന്തൃപ്തമായിട്ടുള്ള ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലേക്ക് നമുക്ക് പോകാം. വളരെ നല്ല നിലയിൽ നമ്മളിവിടെ കാണുന്നത് കരാറുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടിന് വേണ്ടി സേവനം ചെയ്യുന്നവർ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും എല്ലാം അത് ഗവൺമെന്റ് കെട്ടിടങ്ങളല്ലേ, ഗവൺമെന്റ് റോഡല്ലേ എന്നല്ല, അത് നമ്മുടെ സ്വത്താണ് എന്ന നിലയിൽ തന്നെ ഇപ്പോൾ കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതിന് ഏറ്റവും മുഖ്യമായിട്ട് പങ്കുവഹിക്കുന്നവരാണ് നിങ്ങൾ. സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള സംഘടനമല്ല, നാടിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ള കാര്യം സംശയമില്ല. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലുള്ള സംഘടന സമൂഹത്തോട് കൂടുതൽ പ്രതിബദ്ധതയുണ്ടെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയട്ടെ. നിങ്ങളുടെ സമ്മേളനം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ് അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. നിങ്ങളെല്ലാം കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം വിജയകരമാവട്ടെ. നിങ്ങളെല്ലാം ജീവിത പന്താവിലും വലിയ വിജയം കൈവരിക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ആളുകൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ആശംസ ലഭിച്ചുകൊണ്ട് അഭിനന്ദനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ഇഷ്ടമാണ്. അവിടെ നമ്മൾ ഒരാളെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിരവധി ഗവൺമെന്റ് പ്രൊജക്ടുകളിൽ ഒരാളെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇമ്പോർട്ടുള്ള പ്രൊജക്റ്റിൽ റൂഫിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ബ്രാൻഡിനെ ഒന്ന് ഓർമ്മിക്കുക, ഞങ്ങളുടെ ബ്രാൻഡിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ നോർമലി നിങ്ങൾ കാണുന്ന ബ്രാൻഡ് പോലെയല്ല, ഞങ്ങളുടെ പ്യുവർ അലുമിനിയം ഷീറ്റുകളാണ്, ഇരുമ്പ് ഷീറ്റുകളല്ല. 100% അലുമിനിയം ഷീറ്റുകളായതുകൊണ്ട് കുറച്ച് വിലയുടെ കാര്യത്തിലേക്ക് അങ്ങോട്ട് കുറച്ച് ഇതുണ്ട്. അപ്പം നിങ്ങൾ നമുക്ക് റെഫറൻസ് നൽകി കഴിഞ്ഞാൽ അതായത് ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റാണ് വർക്ക് വരാനുള്ളത് എന്നുള്ളൊരു റെഫറൻസ് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങളിലൂടെ അതിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ബ്രാൻഡ് മെൻഷൻ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഈ KGCF എന്ന് പറയുന്ന സംഘടനയുടെ ഇത്രത്തോളം വളരെ ശക്തിയായി മുമ്പോട്ട് പോകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അത് ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നു. പുതിയ ഭാരവാഹികൾക്കും നേതൃത്വത്തിനും നമ്മുടെ കമ്പനിയുടെയും എന്റെയും എല്ലാവിധ ആശംസകളും ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവർ മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും
കണ്ടവരില്ലേ? മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.